ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. മറ്റൊന്നും കണ്ടില്ല, ഇന്ന് നമുക്കൊരു ദൂരയാത്ര പോകാനുണ്ട്. അപ്പോൾ ലഗേജൊക്കെ എടുത്തപ്പോഴേക്കും കാർ ഏതായാലും വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ രാവിലെ തന്നെ നേരെ പോകുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. രാവിലത്തെ ചെന്നൈ ടൗൺ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഇന്ന് തോന്നിയിട്ടോ. സാധാരണ ഈ ടൈമിലേക്ക് നമ്മളിവിടെ എത്താറില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പടിക്കലെത്തിയപ്പോൾ അവിടേക്ക് അച്ചുവേട്ടൻ്റെ അച്ഛനും അമ്മയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കൂട്ടി നമ്മൾ പിന്നെ നേരെ ഭക്ഷണം കഴിക്കേണ്ടി പോകട്ടോ. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. നല്ല ചൂടോടെ ഇഡലിയും ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അല്ല, എവിടേക്കാണ് പോകുന്നതെന്ന് പറയാൻ മറന്നില്ലേ. നമ്മളങ്ങനെ ചെന്നൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ എനിക്കും അമ്മയ്ക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മറിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കാത്ത ശേഷം നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. സീറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാഴ്ചകൾ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തായാലും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന സമയത്തൊരു പ്രത്യേക ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഏകദേശം ഇത് ഉയർന്ന എല്ലാ കാഴ്ചകളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും തോന്നല്ലേ? ഫ്ലൈറ്റൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാട്ടി പനീർ സാലഡും ജ്യൂസും ആയിരുന്നു. അതിന് വലിയ ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ പേര് കേട്ടപ്പോൾ വെറൈറ്റി ആണെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ തുറന്നൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
അതിനകത്ത് മസാലയ്ക്കകത്ത് മുക്കിയ പോലെ ഒരു പനീറും പിന്നെ ക്യാപ്സിക്കം, നാരങ്ങ, ക്യാബേജ്, പിന്നെ ഡിപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ എടുത്ത് വായിക്കകത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി സംഭവം ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെ എൻ്റെ മുഖത്ത് വന്നത്. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച റേറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെന്തോ പോലെ ഒരു പച്ചക്കുള്ള കഴിക്കുന്ന എന്തോ ഒരു ഫീൽ ഇരുന്നിട്ട് എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ തന്നെ മൊത്തം കഴിച്ചു തീർക്കേണ്ടി വന്നു. അപ്പോഴേക്കും എന്തായാലും കെട്ടുവിൻ്റെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. കെട്ടുവിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ജംഗ്ലി സാൻഡ്വിച്ചാണ് കേട്ടോ. അതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഏതായാലും ഒരു പീസ് കെട്ടുവിന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ പീസ് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ കഴിച്ചു നോക്കുകയാണ്. എന്താണെന്നറിയില്ല, എവിടെ പോകുമ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുമ്പം ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് പറ്റില്ല, മറ്റേ ഓർഡർ ചെയ്തത് എനിക്ക് പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ സാൻഡ്വിച്ച് അത് കൂട്ടി കഴിച്ചു. അതിന് ശേഷം കെട്ടുവിന് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പൊതുവേ ഞാൻ പുറത്തുനിന്നുള്ള കോഫി ഒത്തിരി ഒന്നും കുടിക്കില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചുണ്ടത്തോട് കൊണ്ടുവച്ചപ്പോൾ നല്ല ചൂടായിരുന്നു, ചുണ്ടങ്ങ് പൊള്ളി. പിന്നെ അമ്മ ഓർഡർ ചെയ്ത് സാൻഡ്വിച്ച് കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. പനീർ ടിക്ക സാൻഡ്വിച്ച് ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെത് മാത്രമാണ് കൊള്ളാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ അതിൽ നാരങ്ങയൊക്കെ തൊട്ട് നോക്കി ഞാൻ എൻ്റെ ഫുഡ് അങ്ങ് തീർത്തു. കാരണം വേറെ ആരും അതങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. ഞാൻ പിന്നെ ബാക്കിയുള്ളവരൊന്നും കുറച്ച് കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഏതായാലും ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. അതിൽ മുക്കാൽ സമയം ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിച്ചങ്ങ് തീർക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചൊക്കെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ തുടങ്ങി കേട്ടോ. ബീച്ചിൻ്റെ നടുവിൽ ഇങ്ങനെയായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ പോലെ കര കാണാൻ എന്ത് രസമല്ലേ, അത് പച്ച കളറിലായിട്ട്. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അതുകൊണ്ട് ഞാനത് മൊത്തം വീഡിയോ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പോർട്ട് ബ്ലെയറിലേക്ക് അങ്ങ് നിലം തൊട്ടു എന്ന് പറയാം. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ പുറത്തെത്തിയപ്പോഴാണ് ഇതുപോലെ നല്ലൊരു ഫ്രെയിം കണ്ടത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഏതായാലും വലിയൊരു ടാസ്ക്കാണ് ലഗേജ് ഇങ്ങനെ കിട്ടുക എന്നുള്ളത്. അതങ്ങനെ ഒരു ഇത് തപ്പി പിടിച്ച് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ചില റീൽസൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എയർപോർട്ടിൽ വന്നതിന് ശേഷം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ചാടിക്കടന്ന് എയർപോർട്ടിൻ്റെ വെളിയിലെത്തി. നമ്മൾ ഈ എത്തിയിരിക്കുന്ന എയർപോർട്ടിൻ്റെ പേര് വീർ സവാർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ. പുറത്ത് നമ്മളെയും കാത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുള്ള ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ ശേഷം നമ്മളെ കൂട്ടാനുള്ള കാറെത്തി. നല്ല നട്ടുച്ച നേരമാണ്. നമ്മുടെ നാട്ടിൽ ചൂട് സഹിക്കാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അതിലും വലിയ പൊള്ളുന്ന ചൂടാണെന്നുള്ളത് മനസ്സിലായി. ഉച്ച നേരം ആയതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡിൻ്റെ ഒരു ക്ഷീണം ഇവിടുത്തെ ഫുഡ് കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കാറ് വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറി. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് വെച്ചാൽ നല്ലൊരു ഹോട്ടൽ നോക്കി പോകാൻ പറഞ്ഞു. അങ്ങനെ ആൻഡമാനിലെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബായ്.